ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിനകത്ത് പേ ലേറ്റർ ഓപ്ഷനും അതുപോലെ തന്നെ പേ ലേറ്റർ EMI ഓപ്ഷനും അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ അത് അൺഅവൈലബിൾ ആയിട്ട് കാണിക്കുന്ന ഒരു ഇഷ്യൂ കുറച്ച് പേര് എൻ്റെ അടുത്ത് മെസ്സേജൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും നേരിടുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ടിനകത്തൊരു സാധനം ഓർഡർ ചെയ്തതിന് ശേഷം പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനിൽ പേജിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ ആൻഡ് EMI എന്നുള്ളത് അൺഅവൈലബിൾ ആണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമുക്ക് നേരിട്ടുള്ള ഇതിനകത്ത് എനബിൾ ആക്കി ഇത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ ആൻഡ് EMI എന്നുള്ള ഓപ്ഷൻ അവർ ഹൈഡ് ചെയ്തേക്കുന്നത്. അപ്പോഴത്തേക്ക് ആ ഒരു ചെറിയ ഇഷ്യൂ ആണ്. അപ്പോൾ തൽക്കാലം ഇവരിങ്ങനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര ദിവസത്തേക്കാണ് ഇതിങ്ങനെ അൺഅവൈലബിൾ ആക്കി വെക്കുന്നതെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത് കോൺടാക്ട് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞാൻ പർച്ചേസ് സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മൊബൈൽ ഞാൻ EMI ഓപ്ഷനിലെടുത്ത് കറക്റ്റ് ചെയ്തായിരുന്നു. EMI ഇടയ്ക്കിടയ്ക്കൊക്കെ അത് എനേബിൾ ആവുന്നുണ്ട്. അപ്പം ഞാൻ അത് ചെയ്തതിന് ശേഷം പിറ്റേന്ന് നോക്കുന്ന സമയത്ത് എനിക്കത് പിന്നെയും അത് ഈ ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ EMI എന്നുള്ള ഓപ്ഷൻ അവിടെ അൺഅവൈലബിൾ ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമുക്കിത് കിട്ടാത്തത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. നമുക്ക് ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ലിമിറ്റൊക്കെ തന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിന് പേ ലേറ്റർ ഇതിപ്പോൾ എനബിൾ ആക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമുക്ക് പേ ലേറ്റർ ഓപ്ഷനൊക്കെ നമുക്ക് എനബിൾ ആദ്യം കിട്ടുന്നത് 1500 രൂപയാണ് ആദ്യം കിട്ടുന്നതാണെന്ന് എനിക്കൊരു ഓർമ്മ. അപ്പോൾ ഈ 1500 രൂപയ്ക്ക് നമുക്ക് ആ ഒരു പേ ലേറ്റർ ഓപ്ഷനൊക്കെ നമുക്ക് എനബിളായി കിട്ടണമെങ്കിൽ മാക്സിമം നമ്മൾ വാങ്ങുന്ന സാധനങ്ങളെല്ലാം ഇതിൽ കൂടെ തന്നെ പേയ്മെൻറ്റും കൂടെ ഇതിൽ കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഓൺലൈൻ പേയ്മെൻറ്റിങ് ആകുമ്പോഴത്തേക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇടാതെ നമ്മളിപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റൊക്കെ ഒരുപാട് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പേ ലേറ്റർ ഓപ്ഷനൊക്കെ എനബിൾ ആക്കി തരും. അതുപോലെ തന്നെ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 7 പ്രാവശ്യമൊക്കെ നമ്മൾ വാങ്ങിച്ച് അത് കറക്റ്റായി ബില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീടുള്ളത് നമുക്ക് EMI ഓപ്ഷനും കൂടെ എനബിൾ ആക്കും. EMI ഓപ്ഷൻ എനബിൾ ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോർ കൂടുതലായിരിക്കണം. 700, 650, 700 വരെയെങ്കിലും ഉണ്ടായിരിക്കണം. 600, 700 അങ്ങനെയൊക്കെയുള്ള സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതുവരെ തന്നെ നമ്മൾ വേറെ വണ്ടികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ EMI ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടവുകളൊക്കെ കറക്റ്റ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എനബിളായി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാൻ കാർഡ് വെച്ചിട്ട് നമുക്കിതിനകത്ത് തന്നെ ഫ്ലിപ്കാർട്ട് പേ ലേറ്ററോ ആക്സിസ് ബാങ്കിൻ്റെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എടുക്കാനുള്ള ഓപ്ഷൻ ഇതിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാൻ കാർഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്തില്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് ഇട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിനകത്ത് നമ്മുടെ ഏകദേശം ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ആയിക്കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമുക്ക് ഈ നമുക്ക് ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ EMI എന്നുള്ള ഓപ്ഷൻ നമുക്ക് എനബിൾ ആക്കി കിട്ടും. ഇപ്പോൾ എനിക്ക് ആദ്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു 10 വർഷത്തിന് മേളിലായി ഫ്ലിപ്കാർട്ടുമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മിക്കുള്ള സാധനങ്ങളിനകത്ത് ഏകദേശം ഒരു 6-7 ലക്ഷം രൂപയ്ക്ക് മേളിൽ സാധനം ഞാൻ അതിനകത്ത് വാങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നു. അപ്പോൾ ഇത്രയും വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ വാല്യുബിൾ കസ്റ്റമറാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ ആദ്യം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 രൂപയുടെ പേ ലേറ്റർ ഓപ്ഷനാണ് എനിക്ക് വന്നത്. ഞാൻ അത് വാങ്ങിച്ചിട്ട് കറക്റ്റ് ഞാൻ അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് എനിക്ക് 40,000 രൂപ പേ ലേറ്റർ എന്നുള്ള രീതിയിലിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കറക്റ്റ് കാശ് അടയ്ക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 80,000 വരെ എനിക്ക് പേ ലേറ്റർ EMI തരാൻ തുടങ്ങി. അതായത് നമുക്ക് ഇതിനകത്ത് തന്നെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് EMI വളരെ കുറഞ്ഞ മാസത്തവണയിൽ 12 മാസം കൊണ്ട് ഇങ്ങനെ അടച്ചെടുക്കാം. ഒരു മൊബൈലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ തുച്ഛമായ പൈസ മാത്രമേ അടയ്ക്കേണ്ടുള്ളൂ. നമ്മൾ മൊബൈൽ ഷോപ്പിലൊക്കെ പോയി വാങ്ങുന്നതിനേക്കാളും ഒരുപാട് ലാഭമാണ് ഇതിനകത്ത് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതിനകത്ത് കൂടിപ്പോയ 2000 രൂപ ഒരു ഫസ്റ്റ് EMI ഉള്ള രീതിയിൽ ആ ഒരു പ്രോസസ്സിങ് ചാർജും EMI എല്ലാം കൂടെ ചേർത്ത് ഒരു 2000 രൂപയ്ക്കകത്ത് അടയ്ക്കാനുള്ള ഇതേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വ്യൂ യൂസേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒരു 1, 2, 3, 4, 5 പ്രോഡക്റ്റ് വാങ്ങിച്ചതിൻ്റെ EMI നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞാൻ വാങ്ങിയതല്ല, ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പോൾ നിലവിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത്രയും സാധനങ്ങളായി. അത് ഇപ്പം നിങ്ങൾ കാണി 4328 എന്നുള്ളത് 1 ജൂലൈ അടയ്ക്കാനാണ് കാണിക്കുന്നത്. അതായത് 1 ജൂലൈ എന്ന് പറഞ്ഞാൽ
ജൂണിലെ ബില്ല് ഇപ്പം ജൂലൈ 1-ാം തീയതിയാണ് നമ്മൾ അടയ്ക്കാനുള്ളത്. അപ്പോൾ ആ 1-ാം തീയതി വരെ നമുക്ക് സമയം തന്നിട്ടുണ്ട്. അതായത് ഈ മാസത്തെ ബില്ല് ജൂൺ 1-ാം തീയതി വരെ സമയം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ജൂൺ 1-ാം തീയതി കറക്റ്റ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഓൾറെഡി ഞാനിപ്പോൾ 3, 4, 5 ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പം കറക്റ്റ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അത് നമുക്കൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. അതായത് നമ്മളിപ്പം ഈ ബാങ്കിലുള്ള ആൾക്കാർ ചെക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ഇത്ര ഡിലേ ആയാണ് അടയ്ക്കുന്നത്. അതായത് ഈ കറക്റ്റ് 1-ാം തീയതി അടയ്ക്കാതെ 2-ാം തീയതി ആയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള മാസത്തേക്ക് ചെക്ക് ചെയ്യും. കാരണം നമ്മളതിൽ ഇത്രയും പേയ്മെന്റ് നമ്മൾ മറ്റൊരാൾക്ക് എടുത്ത് കൊടുത്തത് അവർക്ക് അറിഞ്ഞുകൂടല്ലോ. ഒരു പൈസ കറക്റ്റ് തരുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടില്ല, നമുക്ക് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നമുക്ക് ഇത്രയും EMI ഉണ്ട് ഓൾറെഡി, ഇപ്പോൾ ഇത്രയും കിടക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ അവരെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ടായിരിക്കാം ഒരു ദിവസം ഡിലേ ആയി അടച്ചത് എന്ന് വിചാരിച്ച് അങ്ങനെ വേണമെങ്കിലും പ്രശ്നം ഉണ്ടാകും. അതായത് പിന്നെ അടുത്ത മാസം തൊട്ട് നമുക്ക് ഒരെണ്ണം കൂടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് വന്നിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷനകത്ത് വന്നിട്ട് ആപ്ലിക്കേഷൻ മാനേജർ എന്നുള്ള ഇത് എടുത്തിട്ട് നമ്മൾ ഫോണിനകത്ത് ആപ്ലിക്കേഷൻ മാനേജർ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ആപ്ലിക്കേഷൻ മാനേജർ സെറ്റിങ്സിനകത്ത് പോകണം. സെറ്റിങ്സിനകത്ത് പോയതിന് ശേഷം എന്താ ഇവിടെ ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ഇത് കാണാൻ സാധിക്കും. അതിനകത്ത് മാനേജ് ആപ്ലിക്കേഷൻ, അവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കണം. ഫ്ലിപ്കാർട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ഇവിടെ ക്ലിയർ കച്ച് ചെയ്യുന്നത് കിടക്കുന്നുണ്ട്. ഈ ക്ലിയർ എന്നുള്ളത് ക്ലിയർ ഡാറ്റ, അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അങ്ങനെയും ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒന്നേന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളാരും പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ലോണിൻ്റെ ഇതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് എല്ലാവർക്കും പ്രശ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. അത് ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളൊരിതാണ്. അപ്പോൾ അതുകൊണ്ട് എനേബിൾ ആവും. അത് എത്ര ദിവസം വരെ എന്നുള്ളൊരു അറിയിപ്പൊന്നും ഫ്ലിപ്കാർട്ടിന് പോലും അവർ കൊടുത്തിട്ടില്ല. ഇങ്ങനെ അനവൈലബിൾ ആക്കും എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എത്ര ദിവസത്തേക്കാണ്, ചിലപ്പോൾ 1-2 മാസമൊക്കെ ചിലപ്പോൾ എടുക്കുമായിരിക്കും. അപ്പോൾ പിന്നീട് എന്തായാലും ഇത് എനേബിൾ ആകും. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.